നേർവഴി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ കെൽട്രോണിലെ മുൻ ഉദ്യോഗസ്ഥൻ കെ ഉമ്മച്ചനുമായി ദിലീപ് MK നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത് ശ്രീ കെ ഉമ്മച്ചനാണ്. അദ്ദേഹം തിരുവനന്തപുരം കെൽട്രോണിൽ ദീർഘകാല ഉദ്യോഗസ്ഥനായിരുന്നു. സർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. സർ, കെൽട്രോണിലേക്ക് താങ്കൾ എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അത് അന്ന് KPP നമ്പ്യാർ സാറായിരുന്നു അന്ന് ചെയർമാൻ. കുറച്ച് വികലാംഗരെ എടുക്കണമെന്ന് നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങളൊരു 6 പേരെ വിളിച്ച് ഒരു 2 ബ്ലൈൻഡിനെ ആദ്യം അപ്പോയിൻമെൻറ്റ് ചെയ്ത്, ഒരു കാല് വയ്യാത്ത ഒരാളെ അപ്പോയിൻമെൻറ്റ് ചെയ്ത്, എണ്ണിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരാളെ, അങ്ങനെ 3-4 പേരെ അവിടെ നമ്പ്യാർ സാറ് നിയമിച്ച് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജോലി പൂർത്തിയാക്കി അവിടുന്ന് വിരമിച്ചു. അപ്പം നമ്മളൊരു തൊഴിൽ സാഹചര്യം എന്ന് പറയുന്നത് തികച്ചും അപരിചിതമായൊരു സാഹചര്യമാണ്. അപ്പം അന്നത്തെ കാലത്ത് കെൽട്രോണിൽ താങ്കൾ കാഴ്ചപരിമിതി ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ താങ്കൾ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ? അതായത് ഞാൻ SLC കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊരു വഴി അറിഞ്ഞുവിടാതെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമായിരുന്നു. ഈശ്വര വിശ്വാസമുള്ള ആളായതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന്. അപ്പോഴെനിക്ക് ഉത്തർപ്രദേശിലെ ഡെഹ്റാഡൂണിൽ കാഴ്ചയില്ലാത്തവർക്ക് ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്ന് ഒരു സാറ് വന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു അപേക്ഷാ ഫോം തന്ന് ഞാൻ അയച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ച് ഞാൻ ആ ഡെഹ്റാഡൂണിൽ ചെന്ന് ജോയിൻ ചെയ്ത് അവിടെ ലൈറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സ് എന്നൊരു നല്ല ടെക്നിക്കൽ കോഴ്സ് അവിടുന്ന് പാസ്സായി. മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയ ഏറ്റവും നല്ല ട്രെയിനിൽ നിന്നുള്ള ഒരു ബഹുമതിയും അതിൻ്റെ ഒരു ഗിഫ്റ്റും ഒക്കെ എനിക്ക് അവർ തന്ന് അവിടുന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഞാൻ കെൽട്രോണിൽ ഹാജരാക്കിയപ്പം എനിക്ക് പിന്നെ വേറെ തടസ്സമൊന്നും ഉണ്ടായില്ല. അവരപ്പോഴേ നിയമിച്ച് കലാപരമായിട്ട് കുറച്ച് വാസന ഉണ്ടായിട്ട് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നെ 1-2 കലാപ്രകടനങ്ങളും അവർ ആവശ്യപ്പെട്ട്, അതുകൊണ്ടൊക്കെ എന്നെ അവിടെ പെട്ടെന്ന് എനിക്ക് ഒരു തടസ്സവും കൂടാതെ അപ്പോയിൻമെൻറ്റ് തന്നു. ഈ ഡെറാഡൂണിലെ കോഴ്സിന്റെ ഭാഗമായിട്ട് താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഡ്രില്ലിങ്, കട്ടിങ്, ഫയലിങ്, മെഴുകുതിരി നിർമ്മാണം, പ്ലാസ്റ്റിക് നാരുകൊണ്ട് വരിഞ്ഞുണ്ടാക്കുന്ന ബാഗ് അത് പഠിപ്പിക്കും. അങ്ങനെ 2-3 കോഴ്സ് ഞാൻ അവിടുന്ന് പാസ്സായി. പക്ഷേ എനിക്ക് ടെക്നിക്കൽ കോഴ്സാണ് പ്രയോജനപ്പെട്ടത്. പഠിച്ച കാര്യങ്ങൾ തിരിച്ച് കെൽട്രോണിൽ ജോയിൻ ചെയ്തപ്പോൾ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണോ ചെയ്യാനായിട്ട് സാധിച്ചത്? എൻ്റെ വർക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നുള്ള വർക്കായിരുന്നു. ഇരുമ്പ് തുരുമ്പെടുക്കാതിരിക്കാൻ അതിൻ്റെ പുറത്തൊരു സ്റ്റീൽ കോട്ടിങ് കൊടുക്കും. നിക്കൽ കോട്ടിങ്, സിങ്കിൻ്റെ കോട്ടിങ്, പിന്നെ ISROയ്ക്ക് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യും കോണ്ടാക്ട് കിട്ടുന്ന ബോർഡിന്. അങ്ങനെയുള്ള വർക്കാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടെങ്കിലേ നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കോപ്പർ വയറിൽ ഇതെല്ലാം കോണ്ടാക്ട് ചെയ്ത് ടച്ച് ചെയ്ത് ജിഗ് ചെയ്ത് കൊടുക്കണം. ജിഗിങ് എന്നാണ് ആ വർക്കിന് പറയുന്നത്. അതായിരുന്നു എൻ്റെ ജോലി. കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും കെൽട്രോണിൽ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനമൊക്കെ കിട്ടിയിരുന്നു. കെൽട്രോണിൽ തന്നെ 1 ഇയർ ട്രെയിനിങ് തന്നിട്ട് ഒരു സ്റ്റൈഫൻഡോടുകൂടി ട്രെയിനിങ് പൂർത്തിയാക്കുമ്പോൾ ആ ട്രെയിനിങ് പീരീഡിന്റെ ക്വാളിറ്റിയൊക്കെ വിലയിരുത്തിക്കൊണ്ട് അപ്പോയിൻമെന്റ് ഓർഡർ തന്നു. അങ്ങനെ അവിടുന്ന് ആ ട്രെയിനിങ് തരുന്നത്. അന്ന് ഇത്തരത്തിലൊരു മാറ്റം, കാഴ്ചപരിമിതി ഉള്ള ആളുകളെ അപ്പോയിൻമെന്റ് ചെയ്യാം എന്നൊരു സംഭവം വരുമ്പോൾ ചില കോണുകളിൽ നിന്നെങ്കിലും എതിർപ്പുകൾ അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, അത് നമുക്കൊരു ബ്ലൈൻഡിന്റെ ഫെഡറേഷൻ ഉണ്ടായിരുന്നു അന്ന്. ആ ഫെഡറേഷനോട് അവരാവശ്യപ്പെട്ട് കഴിവുള്ള 3-4 പേരുടെ ലിസ്റ്റ് തരണമെന്ന്. അപ്പോൾ ജോർജ് കുട്ടി കാര്യപ്പറമ്പിലായിരുന്നു അന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ സെക്രട്ടറി. അദ്ദേഹം സെലക്ട് ചെയ്ത് ഒരു 4-5 പേരുടെ പേര് അവിടെ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു കെൽട്രോണിലേക്ക് പേര് കൊടുത്തിട്ടുണ്ട്, ഇന്റർവ്യൂവിന് വിളിക്കുന്നെങ്കിൽ പോകണം. അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചു. ടെക്നിക്കലായിട്ട് സാധാരണ നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കുട്ടിക്കാലത്ത് തന്നെ ചില ടെക്നിക്കലായിട്ടുള്ള സ്കില്ല്, അവരുടെ കൈകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, അങ്ങനെ എന്തെങ്കിലും? എനിക്ക് അങ്ങനെയുള്ള കഴിവുണ്ട്. ഞാൻ ഏത് വർക്കും ചെയ്യും. ഞാൻ ബ്ലൈൻഡ് ആണെങ്കിലും വീട്ടിൽ ഇലക്ട്രിക്കൽ തകരാറുണ്ടെങ്കിൽ ഫീസ് പോയാൽ ഫീസ് ഞാൻ കെട്ടും. ഫാനിന്റെ റെഗുലേറ്റർ വല്ലതും കേടായാൽ അത് ഊരി ഞാൻ തന്നെ അത് റിപ്പയർ ചെയ്ത് വെക്കും. ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യും. പിന്നെ പ്ലംബിംഗ് വർക്ക് ചെയ്യാനും എനിക്ക് നല്ല ഇൻട്രസ്റ്റാണ്. എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയത് കൊണ്ട് ഫിറ്റ് ചെയ്ത് അങ്ങനെ പ്ലംബിങ്ങിന്റെ വർക്ക് ചെയ്യും. പിന്നെ കൃഷിപ്പണി ചെയ്യും. പയറ്, പാവല്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ചാക്കിലും ചട്ടിയിലൊക്കെ കൃഷി ചെയ്ത് ഒരുപാട് അങ്ങനെയൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ എല്ലാത്തിനും എനിക്ക് കഴിവും ആഗ്രഹവും താല്പര്യവും ഉണ്ട്. പിന്നെ കലാപരമായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ 3-4 ഇൻസ്ട്രുമെൻ്റ് വായിക്കും. ഹാർമോണിയം, ബുൾബിള്, പിന്നെ മൃദംഗം, തബല. നമ്മുടെ ആകാശവാണിയിൽ തന്നെ ഞാൻ കെൽട്രോണി ഇരിക്കുമ്പോൾ യുവാണി പരിപാടി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പരിപാടിക്ക് വിളിച്ച് അതിൽ ഞാനിവിടെ വന്ന് നാടൻ പാട്ടും പിന്നെ ഹാർമോണിയൊക്കെ അങ്ങനെയുള്ള ഒരു പരിപാടി പങ്കെടുത്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് 85-ൽ. ഈ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയൊക്കെയുള്ള യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരു കാഴ്ചപരിമിതി ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ ഈ യാത്രകളിലുണ്ടായൊരു മാറ്റം അത് പറയാം?
യാത്ര അന്ന് സുഖമായിട്ടൊക്കെ യാത്ര ചെയ്യായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ റോഡിന്റെ സൈഡിൽ കൂടെ പോലും നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓട്ടോറിക്ഷയും ബൈക്കും ഒക്കെ ചേർത്ത് കൊണ്ടുപോകും. പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പം സാധാരണക്കാർക്ക് വരെ ദിവസം 2-3 ആക്സിഡന്റ് കേൾക്കാം. അതുപോലെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ലൈൻ കണ്ടുപിടിച്ച് അതിൽ കൂടെ ക്രോസ് ചെയ്യും. പിന്നെ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്, അതങ്ങോട്ട് കാണിക്കുമ്പം വാഹനങ്ങളൊക്കെ നമുക്ക് അവിടെ നിർത്തി തരും. അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ബസ്സിന്റെ മുമ്പിൽ കൂടെ അപ്പുറത്ത് ക്രോസ് ചെയ്തപ്പോൾ ആ ബസ്സിന്റെ ഏരിയ കഴിഞ്ഞപ്പോൾ ഒരു ഫാസ്റ്റ് വന്ന് തൊട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ബ്രേക്ക് ചെയ്ത് നിർത്തിയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്കും കാണാൻ നോക്കില്ല, ഒരു ബസ്സിന്റെ ഫ്രണ്ടിൽ അവർ കൊണ്ടിഞ്ഞ് കയറ്റി. അങ്ങനെ ഒരു അപകട സാധ്യത അങ്ങ് മാറിപ്പോയി. നടപ്പാതകൾ, നിരത്തുകൾ പോലെ നമ്മുടെ പൊതു ഇടങ്ങൾ, ഇപ്പൊ പബ്ലിക് ടോയ്ലറ്റുകൾ, അതൊക്കെ എത്രത്തോളം കാഴ്ച പരിമിതർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന? ഇന്നത്തെ ആൾക്കാർ നല്ല ആൾക്കാരാണ് എല്ലാവരും. ന്യായം ഇടപെട്ടിട്ടുള്ളവരെല്ലാവരും എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അപ്പോഴേ അവരുടെ ആവശ്യം മാറ്റിവെച്ച് നമ്മുടെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഇന്നുവരെയും കണ്ടിട്ടുള്ളൂ. ആരും അങ്ങനെ ഒഴിഞ്ഞു മാറി പോകത്തില്ല. ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച് റോഡ് ക്രോസ് ചെയ്യിക്കും. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് പൊതുവേ ജനങ്ങളോട് ഭയങ്കര നന്ദി ആണുള്ളത്. പാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ടുപേരി പാട്ട്. ഒരു നാടൻ പാട്ട് എനിക്കുണ്ട്, അന്ന് എൻ്റെ ഫാദർ പഠിപ്പിച്ച. അപ്പോൾ ആ പാട്ടിലൂടെയാണ് ഞാൻ അറിയപ്പെടുന്നത്. എല്ലാവരും ഉമ്മച്ചൻ എന്ന് പറഞ്ഞാൽ ആ പാട്ടിൻ്റെ 2 വരി പറയാം, അത് ഞങ്ങൾ മറക്കത്തില്ലെന്ന് പറയാം. ആ പാട്ട് ഇതാണ്: ലാലങ്കൊടി ലാലങ്കൊടി ലാലേ അത് ലാലങ്കൊടി ലാലേ അത് ലാലങ്കൊടി ലാലേ അത് ലാലാങ്കൊടി ലാലേ അത് ലാലാലങ്കൊടി ലാലേ. ചങ്ങനാശ്ശേരി വല്യപ്പൻ്റെ വെറ്റക്കൊടിയിലേലം, ഒരു ഓലക്കുടാലേലം, ഒരു ശീലക്കുടാലേലം, ആ ലാലങ്കൊടി ലാലേ. കാപ്പിക്കട ഗോപാല പിള്ളയുടെ പുട്ടും കലോം തള്ളിയുടച്ചൊട ലാലങ്കൊടി ലാലങ്കൊടി ലാലേ അത് ലാലങ്കൊടി ലാലേ അത് ലാലങ്കൊടി ലാലേ അത് ലാലങ്കൊടി ലാലേ അടിലാലങ്കൊടി ലാലേ. കെൽട്രോണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ടായിട്ടുണ്ട്. അവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നെ മുന്നരേ വിളിക്കും. ക്രിയേഷൻ ക്ലബിന്റെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കും. അതിനൊക്കെ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇപ്പം കാഴ്ച പരിമിതിയുള്ള ഒരാൾക്ക് ഒരു പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം പല ചലഞ്ചസ് ഉണ്ടെങ്കിലും നമ്മുടെ ഒരു മനക്കരുത്ത് കൊണ്ടും നമുക്കതൊക്കെ ഡീൽ ചെയ്യാം എന്നുള്ളൊരു ആത്മവിശ്വാസവും താങ്കൾ അത്തരത്തിലുള്ള ഒരാളായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നിനും ഞാൻ പിന്നോട്ട് മാറത്തില്ല. ഏത് കാര്യം പറഞ്ഞാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ഞാൻ പറ്റുമോ നോക്കും, അത് ചെയ്യും. ഇപ്പം ഈ നേർവഴി പരിപാടിയിലൂടെ ഒരുപാട് ആൾക്കാരുടെ വിജയകഥകൾ നമ്മൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. താങ്കൾ മുമ്പ് പറഞ്ഞ പോലെ താങ്കൾ കണ്ടുമുട്ടിയ ആളുകളൊക്കെ വളരെ നല്ല മനുഷ്യരാണ്. ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് താങ്കളെ കുട്ടിക്കാലം മുതൽ അത്തരത്തിൽ താങ്കൾക്ക് നന്നായി പിന്തുണ നൽകിയ ആരെങ്കിലും കുറിച്ച് പറയാനുണ്ടോ? പിന്തുണ നൽകിയത് സ്കൂളിൽ പഠിക്കാൻ ഇടയായത് AGCO ജോലിയുള്ള ഒരു ജോർജ് സാർ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനൊരു കാഴ്ചയില്ലാത്തവർക്ക് ഒരു സ്കൂളുണ്ടെന്ന്, ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ്റെ അടുത്ത കാമ്പൗണ്ട് ജഗതി ബ്ലൈൻഡ് സ്കൂൾ, അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്ത്. പിന്നെ ഫെഡറേഷൻ്റെ സെക്രട്ടറി, പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് നോർത്ത് ഇന്ത്യയിലെ സൂപ്രണ്ട്. പിന്നെ പോയടുത്തെല്ലാം എനിക്ക് വലിയ വലിയ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം നിലനിൽക്കാൻ പറ്റുന്നത്. കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് അവരുടെ രക്ഷിതാക്കളാണല്ലോ. അതെ അതെ. അത്തരത്തിലുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാക്കളോട് താങ്കളുടെ ജീവിതത്തിൽ ഒരു വിജയകഥ എന്നൊക്കെ താങ്കൾ പഠിച്ച കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് പറയാനുള്ള എന്താണ്? രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഏതെങ്കിലും വൈകല്യം, കാഴ്ചയാണെങ്കിലും ചെവി കേൾക്കാൻ വയ്യാത്ത എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം അവരുടെ കഴിവ് കണ്ടെത്താൻ ശ്രമിക്കണം. ആ കഴിവ് കണ്ടെത്തിയാൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അവരുടെ വൈകല്യം കൊണ്ട് അവർ ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ നമ്മൾ പരമാവധി ക്ഷമിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ശിക്ഷിക്കാനും പ്രതികരിക്കാനൊക്കെ നിന്ന കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. അവരെ സ്നേഹിക്കണം, അവരുടെ കഴിവ് കണ്ടുപിടിക്കണം, അവരെ പ്രോത്സാഹിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെയുള്ള എല്ലാ ഇതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫാദർ എനിക്ക് പാട്ട് പാടിത്തരും, താളം കൊട്ടും, പ്രോഗ്രാമിന് കൊണ്ടും അങ്ങനെയൊക്കെ ചെറുപ്പത്തിലൊക്കെ എന്നെ ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ധൈര്യമൊക്കെ കിട്ടിയത്. പൊതുവായ സ്ഥലത്ത് പോകുമ്പോൾ ഒരു കാഴ്ച പരിമിതിയുള്ള ആൾ ചെല്ലുമ്പോഴാണ് അവിടെയുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്കൊരു ബോധ്യം ഉണ്ടാവുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് അതിനു വേണ്ടി ശബ്ദം ഉയർത്തേണ്ടി വരുമല്ലോ. എനിക്ക് ഇന്ന ഒരു സപ്പോർട്ട് വേണം. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തന്നെ ചെയ്യും. എന്തെങ്കിലും എഴുതണമെങ്കിൽ ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരും. ഞങ്ങളുടെ ലിപി എന്ന് പറയുന്ന കൈകൊണ്ട് വായിക്കുന്ന ബ്രെയിൽ ലിപിയാണ്. ലീവ് ഫോം പൂരിപ്പിച്ച് കൊടുക്കാനും മറ്റെന്തെങ്കിലുമൊക്കെ റെക്കോർഡൊക്കെ എഴുതി കൊടുക്കാനൊക്കെ കൂടുള്ളവരെ സഹായിക്കും. പിന്നെ ഞാൻ വേറൊരു മേഖലയിലും ജോലി ചെയ്തിട്ടുണ്ട്. അതും കൂടെ പറയാതിരിക്കണമെന്നത് ശരിയല്ല. കാരണം ഡെറാഡൂണി എന്ന് വന്നപ്പോൾ ഉടനെ ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, മഹാത്മാഗാന്ധി ആത്മകഥ, ഇങ്ങനെയൊക്കെയുള്ള ബുക്കുകൾ കാഴ്ചയില്ലാത്തവർക്ക് വായിക്കാൻ
വേണ്ടി ഒരാളിരുന്ന് വായിച്ചു തരും. അത് ബ്രെയിൽ ലിപിയിൽ എഴുതി ബുക്കാക്കി എല്ലാ സ്കൂളിലും സപ്ലൈ ചെയ്യുമായിരുന്നു. കാരണം അന്നേരം കാഴ്ചയില്ലാത്തവർക്ക് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള സൗകര്യം കിട്ടും. അങ്ങനെയുള്ളൊരു ജോലി 3 വർഷം ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കെൽട്രോണിക് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ, നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയുന്നതിൽ റേഡിയോ എന്നുള്ള മാധ്യമത്തിന്റെ ഒരു പങ്കിനെ കുറിച്ച്. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ റേഡിയോ പ്രാദേശിക വാർത്ത പരമാവധി വീട്ടിലുണ്ടേ കേൾക്കും, പ്രതികരിക്കും. പ്രത്യേകിച്ച് ഈ നേർവഴി പ്രോഗ്രാം ഞാൻ മിക്കവാറും കേൾക്കും. ആകാശവാണിയുടെ എല്ലാ പരിപാടി കേൾക്കും. രാവിലത്തെ സുഭാഷിതം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി. നാടകങ്ങൾ കേൾക്കും. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ഹിന്ദി പാട്ടിന്റെ 2 വരി. ചിൽമിൽ സിത്താരോങ്ക ആംഗൺ ഹോഗ റിഞ്ചിം ബരസതാ സാവൻ ഹോഗ ऐसा सुंदर सपना अपना जीवन होगा जिलमिल सितारों का आंगन होगा रिंझिम बरसता सावन होगा प्रेम के गली में एक छोटा सा घर बनाएंगे प्रेम के गली में ഒരു റിട്ടയർമെന്റ് ജീവിതം നയിക്കുകയാണെന്ന് പറയാമല്ലോ. നിലവിലുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? അല്ല, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോഗ്രാമൊക്കെ കേൾക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വീട്ടിൽ പണിയൊന്നുമില്ല. കാഴ്ച പരിമിതികളുള്ള ആൾക്കാരുടെ അസോസിയേഷൻ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ? ഇല്ല, അതിൽ നമ്മളില്ല. പ്രായം കുറച്ച് ഇതായതുകൊണ്ട് അതിനുള്ളൊന്നും പോകുന്നില്ല. ജീവിതത്തിൽ ഒരു മറക്കാനാവാത്തൊരു അനുഭവം? പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം നല്ല നല്ല അനുഭവങ്ങളായിരുന്നു. ഭാഗികമായി കാഴ്ച പരിമിതിയുള്ള ഒരാളാണല്ലോ, ജന്മനാ തന്നെ അങ്ങനെ ആയിരുന്നു? കൃഷ്ണമണിയെ വെള്ളം മൂടിയിരുന്നു. 62 ഓപ്പറേഷൻ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ബ്രെയിൽ ലിപി തന്നെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പം നമ്മുടെ സാങ്കേതിക വിദ്യയൊക്കെ ഒത്തിരി പുരോഗമിച്ചു. നമുക്ക് മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ടോ? പരമാവധി അത് ഉപയോഗിക്കുന്നുണ്ട്. യൂട്യൂബിൽ നിന്നൊക്കെ പാട്ടുകളൊക്കെ കേൾക്കുകയും അങ്ങനെയൊക്കെ. താങ്കളുടെ ഒരു കുടുംബത്തിന്റെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട്? എനിക്ക് 2 മക്കളുണ്ട്. 2 പേരും നല്ല ഉദ്യോഗസ്ഥരാണ്. അവരുടെ സാമ്പത്തിക സപ്പോർട്ടെല്ലാം കിട്ടുന്നതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും താങ്കളുടെ വിലയേറിയ സമയം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി നമ്മുടെ ശ്രോതാക്കളോട് താങ്കളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നേർചിത്രം പങ്കുവച്ചതിന് നന്ദി. താങ്കളുടെ മുന്നോട്ടുള്ള പാട്ടിനൊക്കെ എല്ലാവിധമായ ആശംസകളും. താങ്ക് യു സാറേ, താങ്ക് യു. കെൽട്രോണിലെ മുൻ ഉദ്യോഗസ്ഥൻ കെ ഉമ്മച്ചനുമായി ദിലീപ് MK നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT. നേർവഴി.